ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവരും വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഫെബ്രുവരി 4 വേൾഡ് ക്യാൻസർ ഡേയോടനുബന്ധിച്ച് IMAയും പ്രതീക്ഷയും കൂടെ ചേർന്ന് കോഴിക്കോട് ബീച്ചിലൊരു വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത് കേട്ടോ. ഞാനും മോളുംപാടാണ് പോയിട്ടുള്ളത്. ഞാനാണ് വണ്ടി ഓടിച്ചിട്ടുള്ളത്. കുറേ നാൾക്ക് ശേഷം വണ്ടി എടുക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ 10 മാസമായിട്ട് ട്രീറ്റ്മെൻറ്റിലായതുകൊണ്ട് പുറത്തേക്കൊന്നും പോകലില്ലായിരുന്നു കേട്ടോ. ഹോസ്പിറ്റൽ, വീട് അങ്ങനെ തന്നെയായിരുന്നു മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നെ ഫെബ്രുവരി 2-ാം തീയതി പ്രതീക്ഷൻ്റെ പരിപാടി ഉണ്ടായിരുന്നു കോഴിക്കോട്. ആ സമയത്താണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് കേട്ടോ. അതായത് എൻ്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ആ പരിപാടിയെല്ലാം വീക്ഷിക്കാനും മൊത്തത്തിൽ പുറത്തിറങ്ങിയപ്പോൾ എനിക്കൊരു ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ ഞാൻ ഫെബ്രുവരി 4 ഇങ്ങനൊരു പരിപാടി ഉണ്ടായപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു എനിക്കതിന് പോകണം എന്നില്ല. അപ്പോൾ നീ ഓക്കെ ആണ്, നിനക്ക് പറ്റുവെച്ചാൽ പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ പുറത്തേക്ക് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ ഓക്കെയാണ്, നമ്മുടെ ഹെൽത്ത് ഓക്കെയാണ് വെച്ചാൽ നമുക്ക് തീർച്ചയായും പോകാം കേട്ടോ. പിന്നെ ഡോക്ടേഴ്സ് കൃത്യമായിട്ടുള്ള റെസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോവരുത്. പിന്നെ അധികം ക്രൗഡായിട്ടുള്ള സ്ഥലത്തേക്കെല്ലാം പോകുമ്പോൾ മാസ്ക്, സാനിറ്റൈസറെല്ലാം യൂസ് ചെയ്യുക. നമ്മുടെ ഹെൽത്ത് അതാണല്ലോ പ്രധാനം. അതേസമയം നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷം കിട്ടുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ ചെല്ലട്ടോ. നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഓക്കെ. ക്യാൻസർ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് പല ജില്ലകളിലും പല പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ. ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ വരുത്താനും പെട്ടെന്ന് തന്നെ രോഗം കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നൊക്കെയുള്ള ഒരു മെസ്സേജ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നത്. രോഗം എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ പ്രധാനം. അങ്ങനെ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലവുകളൊക്കെ ഒരുപാട് കുറയ്ക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ ഇനി റേഡിയേഷനോ കീമോതെറാപ്പിയോ ഒന്നുമില്ലാതെ സർജറിയിലൂടെ മാത്രം തന്നെ ചിലപ്പോൾ രോഗം മാറുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ലക്ഷണങ്ങളും ക്യാൻസറിൻ്റെതാവണം എന്നില്ല. അതേസമയം തുടരെ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് വേണ്ട നിർദ്ദേശം തേടണം. അഥവാ ഇനി അതെന്തെങ്കിലും രോഗലക്ഷണങ്ങളാണെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്നിനും പേടിക്കേണ്ടതില്ല. കാരണം എല്ലാത്തിനും ട്രീറ്റ്മെൻ്റ് ഉള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കണേ. അപ്പോൾ ഒട്ടും പേടിക്കേണ്ടതില്ല. മുന്നേ ഇങ്ങനെ ഒരു രോഗം വന്നാൽ ജീവിതം കഴിഞ്ഞ് മരണമാണ് എന്ന് ചിന്തിക്കുന്നതായിരുന്നു കൂടുതലുണ്ടായിന് കേട്ടോ. അതിൽ നിന്നൊക്കെ മാറിപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാർ ഞാൻ രോഗിയാണെന്ന് സമൂഹത്തോട് വിളിച്ച് പറയാനുള്ളൊരു മനസ്സ് കാണിക്കുന്നുണ്ട്. കാരണം അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളും ഇതേപോലെ തന്നെ അതിൽ നിന്ന് അതിജീവിച്ച് വരുന്നുള്ള ഒരു മെസ്സേജ് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപറ്റ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരുപാട് സംഘടനകൾ, ഗ്രൂപ്പുകളെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ തന്നെ ഈ രോഗികൾക്ക് ഒരുപാട് ആശ്വാസം നൽകുന്നതാണ്. വാക്കത്തോൺ കഴിഞ്ഞതിൻ്റെ ഡോക്ടേഴ്സ് എല്ലാം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് MVR ഹോസ്പിറ്റലിലെ ഡോക്ടർ നാരായൺകുട്ടി വാര്യർ സാറായിരുന്നു ക്യാൻസർ ഡേ പ്രോഗ്രാമിൻ്റെ മെസ്സേജ് ഞങ്ങളിലേക്ക് എത്തിച്ചത്. സാറിനായിരുന്നു ഞാൻ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ MVR ഹോസ്പിറ്റലിലെ ഡോക്ടർ ശ്രീധരൻ സാറാണ് എന്നെ നോക്കുന്നത്. എല്ലാ ഡോക്ടേഴ്സും സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും പറഞ്ഞത് തന്നെയാണ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളെല്ലാം നടത്തുക എന്നുള്ളത്. അപ്പോൾ ആ ക്യാൻസർ നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ചികിത്സാ ചിലവുകളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരുപാട് സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറൊക്കെ തന്നെ ഏർലി സ്റ്റേജിൽ കണ്ടുപിടിച്ചാൽ 100% പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖപ്പെടുത്താൻ കഴിയുന്ന ക്യാൻസറാണ്. പലപ്പോഴും അത് പുറത്ത് പറയാനുള്ള മടി, ഭയമെല്ലാം കാരണം അത് മൂടി വെച്ചിട്ട് സ്റ്റേജ് 3, 4 എല്ലാം ആയിട്ടാണ് ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെ അധികം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് എത്തുന്നതെന്നാണ് കേട്ടോ പറയുന്നത്. ബ്രസ്റ്റ് ക്യാൻസറൊക്കെ നേരത്തെ കണ്ടുപിടിക്കാൻ എല്ലാവരും തന്നെ ഒരു സ്വയം പരിശോധന എല്ലാം നടത്തണം കേട്ടോ. അതേപോലെ തന്നെ മാമോഗ്രാം അങ്ങനെ എല്ലാം ഉള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഡോക്ടറെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പേരെനിക്ക് ഓർമ്മയില്ല. അവർ എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. പേടിക്കേണ്ടതില്ല എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച്. ഇപ്പോൾ എനിക്ക് ഭയമൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ ചുറ്റുമുള്ളവർക്കാണ് പേടി. ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലൂടെ അത് തരണം ചെയ്യാൻ എൻ്റെ മനസ്സിനെ ഞാൻ പാകപ്പെടുത്തിയാണ് വെച്ചിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് കേട്ടോ. രോഗം ഒന്നിൻ്റെയും അവസാനമല്ല, പുതിയ ജീവിതശൈലിയുടെ തുടക്കമാണ്. അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കേണ്ടത്. കാരണം നമ്മൾ ഇത്ര നാൾ ജീവിച്ചത് എന്താ പറയുക, ഒരു പ്ലാനിങ്ങോട് കൂടിയൊന്നുമല്ല.
നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ മക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എന്നൊക്കെ. ഇതുവരെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത്. ഇനി നമ്മൾ കുറച്ച് നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, നമ്മളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനാവണം ഇനി കൂടുതൽ ഇത് കൊടുക്കേണ്ടത് കേട്ടോ. കാരണം നമ്മുടെ ഭക്ഷണ കാര്യങ്ങളായാലും തന്നെ നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയൊക്കെ നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് വെക്കണം. എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളതല്ല കേട്ടോ. ആ കഴിക്കണ ഭക്ഷണത്തിൽ അതൊരു സമീകൃത ആഹാരമാണ്, എല്ലാം ഉൾപ്പെടുത്തണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വ്യായാമം, ദിവസം ഒരു 20 മിനിറ്റെങ്കിലും നടക്കാൻ ശ്രമിക്കണം. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് നടക്കണം എന്നാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുന്ന ഏത് വ്യായാമമായാലും അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഈ ഒരു മോന് കുറേ സമയം അവിടുന്ന് ഫുട്ബോൾ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നമ്മളെ കൂടെ കുറേ സമയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. അയാൾ എന്താ ചെയ്യുന്നത് നോക്കി. രാവിലെ വ്യായാമത്തിന് ഇറങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അയാൾ ആ കമ്പിയിൽ ഒറ്റക്കാലെല്ലാം വെച്ചിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ഒരുപാട് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ബീച്ചിൽ കുറേ സമയം അവിടെ ഇരിക്കുകയുണ്ടായി. കുറേ നാളായിട്ട് ബീച്ചിലൂടെ ഒക്കെ നടന്നിട്ട്. അതുപോലെ ആൾക്കാരൊന്നും അങ്ങനെ ഇല്ലാത്ത സമയമാണ്. പിന്നെയാണ് വെച്ചാൽ രാവിലെ തന്നെ അല്ലേ, അപ്പോൾ കുറേ സമയം അവിടെ എല്ലാം നടന്ന്. മുന്നേ അസുഖം വന്ന സമയത്ത് കീമോ എടുത്തിട്ട് രാത്രി സമയങ്ങളിലൊക്കെ നമ്മൾ ആളൊഴിഞ്ഞ സ്ഥലത്ത് ബീച്ചിലെല്ലാം പോയിരിക്കലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം അസുഖം വന്നതിൻ്റെ ശേഷം എങ്ങോട്ടും പോകാറില്ല. കാരണം ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ പൂർണ്ണമായിട്ട് റെസ്റ്റിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിടേക്കൊക്കെ ഇറങ്ങിയപ്പോൾ ഭയങ്കര ആശ്വാസം തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.